إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഒരു ജീവിതം അതുണ്ട് എന്നറിയിക്കുന്ന ധാരാളം തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും കണ്ണുള്ളവർക്ക്, ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. രാപ്പകലുകൾ മാറി വരുന്നു, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിക്കുന്നവർക്ക്, പരലോകത്തെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് അതിൽ പാഠമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാസങ്ങളും വർഷങ്ങളും അതെല്ലാം നമ്മിൽ നിന്ന് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, കലണ്ടറുകൾ അത് മാറി മറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത്, നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ദുനിയാവിലെ നമ്മുടെ ജീവിതം അതിന് വിരാമം കുറിക്കാതിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരേണ്ടതുണ്ട്. നാം ഒക്കെ പറയാറുണ്ട്, ഒരു വർഷം കഴിയുമ്പോൾ, അത് പൂർത്തിയാകുമ്പോൾ നാം പറയും, എനിക്കൊരു വയസ്സ് കൂടിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് നമ്മുടെ ഒരു വയസ്സ് അത് കുറയുകയാണ്. അതിന്റെ വലിപ്പം അത് കുറയുകയാണ്. ഖബറിലേക്കുള്ള ദൂരം അത് കുറയുകയാണ്. ഓരോ ചവിട്ടടികളും അത് ഖബറിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ, അയാളുടെ ആയുസിന്റെ അവധി വന്നെത്തിയാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു സെക്കൻഡ് പോലും അത് നീട്ടിക്കൊടുക്കുന്നതല്ല. നമ്മുടെ പലരുടെയും ധാരണ എന്താണ്? ഞാനൊന്നും മരിക്കാനായിട്ടില്ല. നമ്മുടെ നാട്ടിൽ മുതിർന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ പള്ളിയിൽ വരുന്ന തലനരച്ച ആളുകളുണ്ട്. അവരൊക്കെ മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ. എന്റെ വീട്ടിൽ എന്റെ വെല്ലുമ്മയുണ്ട്, വെല്ലുപ്പയുണ്ട്, അവരൊക്കെ മരിച്ചതിന് ശേഷമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന ധാരണയിലാണ് പല ആളുകളും. ആ ഒരു ധാരണയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രിയുടെ 1/3 അവിടുന്ന് എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് നമസ്കരിക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉസ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർത്തുകൊള്ളുക. ഖിയാമത്ത് നാൾ അതടുക്കാനായിരിക്കുന്നു, അത് തീർച്ചയായും വന്നെത്തുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ജാഅത്തിർ റാജിഫ, റാജിഫ വന്നിരിക്കുന്നു. എന്താണ് റാജിഫ എന്ന് പറഞ്ഞാൽ? ഇസ്രാഫീൽ എന്ന മലക്ക് ഒന്നാമത്തെ തവണ ഊതുമ്പോൾ ആ ഊത്തിന്റെ പേരാണ് റാജിഫ എന്ന് പറയുന്നത്. ആ ഊത്ത് ഊതുന്നതോടുകൂടി ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, തത്ബഉഹ റാജിഫ, ആ ഊത്തിന്റെ പിറകെയായി വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അദ്ദേഹം വീണ്ടും ഊതുന്നതാണ്. അതിന്റെ പേരാണ് റാദിഫ എന്ന് പറയുന്നത്. ആ ഊത്ത് ഊതുന്നതോടുകൂടി എല്ലാവരും അതാ ഖബറിൽ നിന്നും മഹ്ശറയിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ജാഅൽ മൗതു ബിമാ ഫീഹി, ജാഅൽ മൗതു ബിമാ ഫീഹി, മരണം അതിന്റെ വേദനയും പ്രയാസവും അതിന്റെ പരീക്ഷണങ്ങളുമായി
മരണമിതാ കടന്നു വന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മിലൂടെ കടന്നു വരേണ്ടത്. മരണചിന്ത എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ, പ്രയാസപ്പെടുത്തുവാനല്ല, മറിച്ച് മരണമെന്ന യാഥാർത്ഥ്യമുണ്ട്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അവിടെ വിജയിക്കുന്നതിന് വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് മരണചിന്തകൾ നാം വർദ്ധിപ്പിക്കേണ്ടത്. ഇമാം ദഖാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസ്. മരണത്തെ അധികമായി ഓർക്കുന്ന ആളുകൾ, മരണചിന്ത വർദ്ധിപ്പിക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ ആദരിക്കുന്നതാണ്. ഒന്നാമത്തേത് ബിതഅജീലി തൗബ, അവൻ പെട്ടെന്ന് തൗബ ചെയ്യും. നാളെ മരിക്കേണ്ടവനാണ്, അതല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുണ്ടായിരിക്കുന്ന വ്യക്തി അവൻ തെറ്റുകളിൽ നിന്ന് പെട്ടെന്ന് തൗബ ചെയ്യുന്നവനാണ്. വഖനാഅത്തിൻ ഫിൽ ഖൽബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതിൽ അവരെ തൃപ്തി അടയുന്നതാണ്. അതിൽ കുറ്റം പറയുകയോ അതല്ലെങ്കിൽ കൂടുതലായി ആഗ്രഹിക്കുകയോ അത്യാഗ്രഹിക്കുകയോ ചെയ്യുകയില്ല. മൂന്നാമത്തേതായി വനശാത്തിൻ ഫിൽ ഇബാദ, ഇബാദത്ത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഉന്മേഷവും ആവേശവും ഉണ്ടായിരിക്കുന്നതാണ്. മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവൻ അവനെപ്പോഴും അവന്റെ ഇബാദത്തിൽ ഒരു ഉന്മേഷമുള്ളവനായിരിക്കും. ഇതെന്റെ ലാസ്റ്റ് നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ നോമ്പാണ്, ഇതെന്റെ അവസാനത്തെ സദഖയാണ് എന്ന ബോധ്യം അവന്റെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ഇബാദത്ത് നിർവഹിക്കുവാൻ അങ്ങേയറ്റം ഉന്മേഷവും ആവേശവും താല്പര്യവും മരണത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വമൻ നസിയൽ മൗത, എന്നാൽ മരണത്തെ വിസ്മരിച്ച് കളഞ്ഞ ആളുകൾ, മരണചിന്തയില്ലാതെ ദുനിയാവിന്റെ ലഹരിയിൽ അതിൽ ലയിച്ചു പോയ ആളുകൾ, ആഖബഹുല്ലാഹു ബിസലാസിൻ, 3 കാര്യങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നതാണ്. ഒന്നാമത്തേത് ബിതസ്വീഫി തൗബ, അവൻ തൗബ ഇങ്ങനെ വൈകിപ്പിക്കുന്നതാണ്. നാളെയാകാം, റമദാനാകട്ടെ, 40 കഴിയട്ടെ, ഹജ്ജ് കഴിയട്ടെ എന്ന് പറഞ്ഞ് തൗബ ഇങ്ങനെ നീട്ടി വെക്കുകയാണ്. അവസാനം തൗബ ചെയ്യാതെ ധാരാളം തെറ്റുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ മരണത്തെ വിസ്മരിച്ചവർക്കുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വതർക്കിർ റിദാ ബിൽ ഖലീൽ, അല്ലാഹു നൽകിയതിൽ തൃപ്തിയടയാത്ത ഒരു മനസ്സായിരിക്കും അവന്റേത്. അവന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, അവൻ ദുനിയാവിൽ എന്നെന്നും ജീവിക്കുമെന്ന ആശയോടുകൂടി അതിന്റെ പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കൊടുത്തതിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല, മറിച്ച് അവൻ തന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുകയും ആ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അവൻ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങൾ, നിന്റെ അള്ളാഹുവോടുള്ള ബാധ്യതകൾ അതവൻ മറന്നു പോവുകയാണ്. മൂന്നാമതായി വതകാസുലിൻ ഫിൽ ഇബാദ, ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അങ്ങേയറ്റം അലസനും മടിയനുമായി കൊണ്ടായിരിക്കും മരണത്തെ വിസ്മരിച്ചവരെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ധാരാളമായി മരണത്തെ ഓർക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പരലോക ജീവിതത്തെ നന്നാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? റസൂലുള്ളാഹി പറയുന്നു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ ഉലൈകൽ അക്യാസ്. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളിൽ ധാരാളമായി മരണത്തെ ഓർക്കുന്നവരും അതുപോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, അക്ഫിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വസുഖങ്ങളെയും സർവ്വസുഖാഡംബരങ്ങളെയും അതിനെ മുറിച്ചു കളയുന്ന, അതിനെ തകർച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടി അവർ അള്ളാഹുവിനോട് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിനക്ക് ആലോചിക്കാൻ മാത്രം സമയം, അതിനു വേണ്ടിയുള്ള ആയുസ് ഞാൻ നിനക്ക് നൽകിയില്ലയോ? വജാഅകുമുൻ നദീർ, നിന്റെ അടുക്കൽ താക്കീതുകാർ വന്നില്ലയോ? അതുകൊണ്ട് ഫദൂഖു, നീ ഈ ശിക്ഷകൾ അനുഭവിച്ചു കൊള്ളുക. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമികാരികൾക്ക് യാതൊരു സഹായികളുമില്ല. നിന്റെ അടുക്കൽ താക്കീതുകാർ വന്നിട്ടുണ്ട്. എന്താണ് താക്കീതുകാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തഫ്സീറുകളിൽ നമുക്ക് കാണാം, അത് നമ്മുടെ തലമുടി നരക്കുക എന്നുള്ളതാണ്. തലമുടി നരച്ച ആളുകൾ അവർക്ക് അത് ഒരു താക്കീതാണ്. നിന്റെ മരണം അത് വന്നെത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തലമുടി നരച്ചവർ അവരെങ്ങനെയാണ്? അവർ 9 മാസം ഗർഭം പൂർത്തിയായ ഒരു സ്ത്രീയെ പോലെയാണ്. ഇനി അവർക്ക് പ്രസവിക്കാനേ ഉള്ളൂ. അതുപോലെയാണ് നരബാധിച്ച ആളുകൾ. അവരുടെ മുൻപിൽ ഇനി മരണമാണ് അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് യുവാക്കളെ, നമ്മുടെ ചുറ്റും ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. തലമുടി നരച്ചവർ നമ്മുടെ വീട്ടിലുണ്ട്. അതൊക്കെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ചിന്തകളുമാണ് നിന്നിലേക്ക് കടന്നു വരേണ്ടത്. എത്രയെത്ര യുവാക്കളെയാണ് നാം മറമാറിയിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രയോ കാലം ജീവിക്കണമെന്ന മോഹവുമായി ഈ ദുനിയാവിലേക്ക് പിറന്നു വീണ മക്കൾ, അവരെയൊക്കെ ഖബറിന്റെ ഇരുട്ടറയിൽ നാം മറമാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ
നമ്മിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ നാം ഇപ്പോഴും അശ്രദ്ധയിലായിക്കൊണ്ട് കഴിയുകയാണ്. ഒരു കവി പറഞ്ഞതായിരിക്കണം, കാലവും ദിവസവും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ധാരാളം തെറ്റുകൾ അതിങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. മരണത്തിന്റെ ദൂതൻ നിന്നിലേക്ക് പലതരത്തിൽ നിന്നിലേക്ക് കടന്നു വന്നിട്ടും നിന്റെ ഹൃദയം ഇപ്പോഴും അശ്രദ്ധയിലാണ്. നിന്റെ കൂടെയുള്ളവർ, നിന്റെ സമപ്രായക്കാർ, നിന്റെ അയൽവാസികൾ, നിന്റെ മാതാപിതാക്കൾ അവരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നിന്റെ തലമുടി നരച്ചിട്ടുണ്ട്, നിന്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. ഇങ്ങനെ മരണത്തെക്കുറിച്ചുള്ള പല സൂചനകളും നിന്നിലേക്ക് വന്നെത്തിയിട്ടും നിന്റെ ഹൃദയം ഇപ്പോഴും അള്ളാഹുവെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള അശ്രദ്ധയിലാണ്. നീ ചെയ്തു കൂട്ടിയ തെറ്റുകളെ കുറിച്ച് നീ ആലോചിക്കുന്നില്ല. അതിൽ നിന്ന് തൗബ ചെയ്യാൻ നിന്റെ മനസ്സുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് മുന്നിടുന്നില്ല എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങുകയും മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും നമ്മിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മിലേക്ക് കടന്നു വരേണ്ട ചിന്തയാണ് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ ദുനിയാവ് അതിന്റെ നശ്വരത അതെത്രമാത്രം നിസ്സാരമാണ് എന്ന കാര്യം നമ്മിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂലോകത്തുള്ള ഈ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ റബ്ബിന്റെ മഹത്വപൂർണ്ണമായ അല്ലാഹുവിന്റെ മുഖം മാത്രം അവശേഷിക്കുന്നതാണ്. ബാക്കിയെല്ലാം നശിക്കാനുള്ളതാണ്. ഇവിടെ കാണുന്ന വസ്തുക്കളെല്ലാം അതൊരു നാൾ നാശമടയാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മറ്റൊരിക്കൽ പറയുകയാണ്, ഈ ദുനിയാവിന്റെ ഉപമയായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. വദ്രിബ് ലഹും മതലൽ ഹയാത്തി ദുനിയ, നബിയെ അവർക്ക് ദുനിയാവിന്റെ ജീവിതം, ഈ ഐഹിക ജീവിതം, അതിനെക്കുറിച്ചുള്ള ഒരു ഉപമ താങ്കൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്? കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ, ആകാശത്ത് നിന്ന് നാം ഇറക്കിയ ഒരു വെള്ളം പോലെയാകുന്നു, അഥവാ ഒരു മഴ പോലെയാകുന്നു അത്. എന്നിട്ടോ ആ മഴ ലഭിച്ചത് കാരണം ധാരാളം സസ്യങ്ങളും ചെടികളുമൊക്കെ അത് ഇടതൂർന്ന് വളരുകയാണ്. അങ്ങനെ അത് അധികം കാലതാമസിയാതെ തന്നെ ആ ചെടികളും സസ്യങ്ങളുമെല്ലാം അത് കാറ്റുകൾ പറത്തിക്കളയുന്ന കേവലം ചണ്ടികളായി അത് മാറിത്തീരുന്നതാണ്. അത്രയേ ഉള്ളൂ, നിസ്സാരമായ സമയം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു മഴ ലഭിക്കുകയും ആ മഴ മുഖേന ഒരു സസ്യം വളർന്ന് വലുതാവുകയും പിന്നീട് ആ സസ്യം ഒരു ചണ്ടിയായി, കാറ്റിൽ പറന്നു പോകുന്ന ഒരു ചണ്ടിയായി തീരുന്ന നിമിഷം അത് വളരെ നിസ്സാരമാണ്. അത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിനുള്ള വില എന്താണ്, സ്ഥാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ. റസൂലുള്ളാഹി പറയുകയാണ്, ദുനിയാവിനെ അള്ളാഹുവിന്റെ പക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും വിലയുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ഒരു കാഫിറും ഈ ദുനിയാവിൽ വെച്ച് ഒരു കാഫിറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ല. ഈ ദുനിയാവിൽ കാഫിരീങ്ങളായ ആളുകൾ അവർ സുഖിക്കുന്നുണ്ട്, അവർ ഭക്ഷിക്കുന്നുണ്ട്, അവർ ഈ ദുനിയാവിന്റെ വളവളപ്പിൽ അവർ അഭിരമിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ല. അത്രമാത്രം വിലയുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരാളും തന്നെ ഈ ദുനിയാവിൽ സുഖിക്കുമായിരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ദുനിയാവ് അത് നമ്മിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്, പരലോകം അത് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ പരലോകത്തേക്ക് നാം തയ്യാറാകേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന ആ ദുനിയാവിന്റെ പിറകെ നാം ഓടേണ്ടതില്ല എന്ന് അവിടുന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികൾ നമുക്ക് ഉപദേശം നൽകിയതായി കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, നീ ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, അങ്ങനെയാണ് ഈ ദുനിയാവിൽ കഴിയേണ്ടത്. ഒരു വഴിയാത്രക്കാരൻ അവന്റെ മനോഭാവം എങ്ങനെയായിരിക്കും, അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നാണ് അവന്റെ മനസ്സ് എപ്പോഴും അതാണ് അവനോട് പറയുക. അതുകൊണ്ട് അവൻ ഈ ദുനിയാവിൽ അത്യാവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അതിൽ മറന്നു പോവുകയില്ല. അള്ളാഹുവെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് മറന്നുകൊണ്ട് ആ ദുനിയാവിൽ അങ്ങ് ലയിച്ചു പോവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അതിലെ ആഹ്ലാദവും അതിലെ ദുഃഖവും അതിലെ സങ്കടവും അതിലെ വിഷമങ്ങളും അതിലെ കയ്പും മധുരവും അതെല്ലാം ഒരു നാൾ അവസാനിക്കാനുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഈ ദുനിയാവിൽ ഒരു അണുമണി തൂക്കം നന്മ ചെയ്ത ആളുകൾ അവർക്ക് അതിന്റെ പ്രതിഫലം അവിടെ കാണാൻ കഴിയും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഇനി ഈ ദുനിയാവിൽ വെച്ച് അത് തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ശിക്ഷയും അവനവിടെ കണ്ടെത്തുന്നതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മിൽ ദാരിദ്ര്യത്തെ ഭയന്നിരുന്നില്ല. അവിടുന്ന് പറഞ്ഞതായിരിക്കണം,
ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുള്ള ആളുകൾ അവർക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ദുനിയാവ് വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, നിങ്ങളുടെ മുൻഗാമികൾ ആ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ, ആ ദുനിയാവ് കൈക്കലാക്കുവാൻ, അത് നേടിയെടുക്കുവാൻ അവർ മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുന്നതാണ്. വതുൽഹീകും കമാ അൽഹതുഹും, ആ ദുനിയാവ് അവരെ എങ്ങനെയാണോ ആഖിറത്തിനെ കുറിച്ച് അശ്രദ്ധമാക്കിയത് അതുപോലെ നിങ്ങളെയും ആ ദുനിയാവ് അശ്രദ്ധമാക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, വതുൽഹികകും കമാ അഹ്ലകത്കും, അവരെ ദുനിയാവ് എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ നിങ്ങളെയും നശിപ്പിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ദുനിയാവ് നേടിയെടുക്കുവാൻ, അത് വെട്ടിപ്പിടിക്കുവാൻ പരസ്പരം മത്സരിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണ്? റസൂലുള്ളാഹി പറയുകയാണ്, ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം അയ്യു ഖൗമിൻ അൻതും. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, പേർഷ്യയും റോമുമെല്ലാം അത് നിങ്ങൾ വിജയിച്ചിറക്കിയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അഥവാ നിങ്ങൾക്ക് ധാരാളം സൗകര്യങ്ങളും സമ്പത്തൊക്കെ ലഭിച്ചാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, യഖൂലു കമാ അമറനല്ലാഹ്, ഞങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചാൽ, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ലഭിച്ചാൽ അപ്പോഴും അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ പെരുമാറുന്നതാണ്, അതുപോലെ ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ അല്ലാഹുവിനെ ഹംദ് പറയും, ഞങ്ങൾ അല്ലാഹുവിനെ ശുക്ർ പറയും എന്ന അർത്ഥത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഗൈറ ദാലിക്, നിങ്ങൾ അങ്ങനെയല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിത്തീരും. ദുനിയാവ് നിങ്ങളുടെ കൈകളിലെത്തിയാൽ, ദുനിയാവിന്റെ പിറകെ പോയി അതിനുവേണ്ടി നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾ പിന്നീട് അതല്ലാത്തതാണ് നിങ്ങൾ പ്രവർത്തിക്കുക. എന്നിട്ട് പറയുന്നു, തതനാഫസൂൻ, ആ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതാണ്. ആ മത്സരം എന്ന് പറയുന്നത് അത് അസൂയയുടെ തുടക്കമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, സുമ്മ തതഹാസദൂൻ, പിന്നീട് നിങ്ങൾ പരസ്പരം അസൂയ വെക്കുന്നവരായിരിക്കും. സുമ്മ തതദാബറൂൻ, പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരായിരിക്കും, തമ്മിൽ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നവരായിരിക്കും. തതബാഗബൂൻ, പിന്നീട് നിങ്ങൾ പരസ്പരം വിദ്വേഷവും പകയും വെച്ച് നടക്കുന്നവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രയെത്ര ബന്ധങ്ങളാണ് ദുനിയാവിന്റെ പേരിൽ ശിഥിലമായത്. ഭാര്യയും ഭർത്താവും മക്കളും പിതാക്കളും അതുപോലെ ജ്യേഷ്ഠനും സഹോദരന്മാരും അയൽവാസികളും അവരുടെ ബന്ധങ്ങളൊക്കെ തകർന്നു പോയിട്ടുള്ളത് അത് ദുനിയാവിന്റെ സമ്പത്തിന്റെ പേരിലാണ്. ദുനിയാവിൽ അത് വെട്ടിപ്പിടിക്കുന്നതിന്റെ പേരിൽ, അനന്തര സ്വത്ത് വീതിക്കുന്നതിന്റെ പേരിൽ ഇതിലൊക്കെ തർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം അകന്നു കഴിയുകയും ചെയ്യുന്ന എത്രയെത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഈ നീങ്ങിപ്പോകുന്ന ഈ ദുനിയാവിൽ നാം വഞ്ചിതരാകാതെ നാളെ പരലോകത്തേക്ക് വേണ്ടി നാം മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബർ മറമാടുകയുണ്ടായി. എന്നിട്ട് ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് കരയുന്നുണ്ട്, അവിടുത്തെ കണ്ണുനീർ അത് അവിടുത്തെ മണ്ണിൽ പതിക്കുകയാണ്. ആ മണ്ണത കണ്ണുനീരാൽ അവിടുന്ന് അത് കുതിർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, യാ ഇഖ്വാനി, അവിടെ കൂടിയ ആളുകളെ വിളിച്ച് പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആഖിറത്തിന്റെ സന്താനങ്ങളായി നാം മാറുക, ദുനിയാവിൽ വഞ്ചിതരാകാതെ അതിന്റെ ലഹരിയിൽ അടിമപ്പെടാതെ അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മിൽ കടന്നു വരേണ്ട മൂന്നാമത്തെ ചിന്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസിന്റെ, നമുക്ക് നൽകിയ സമയത്തിന്റെ വില അത് നാം മനസ്സിലാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുൻപായി 5 കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. അതിലൊന്നാമത്തേത് എന്താണ്? ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുൻപുള്ള നിന്റെ യുവത്വകാലം അത് നീ നന്മയിൽ ചെലവഴിക്കുക. വസിഹ്ഹതക ഖബ്ല സഖബിക്, രോഗത്തിന് മുൻപുള്ള നിന്റെ ആരോഗ്യ കാലഘട്ടം അത് നീ നന്മയിൽ വിനിയോഗിക്കുക. വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യത്തിന് മുൻപുള്ള നിന്റെ ഐശ്വര്യകാലം, സമ്പത്തുള്ള കാലഘട്ടം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് തിരക്കുകൾ പിടികൂടുന്നതിന് മുൻപുള്ള നിന്റെ ഒഴിവ് സമയങ്ങൾ അത് നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. എന്നിട്ട് അവസാനമായി റസൂലുള്ളാഹി പറയുന്നു, വഹയാതക ഖബ്ല മൗതിക്,
മരണത്തിന് മുൻപുള്ള നിന്റെ ജീവിതം അതിനെ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യരുടെ ആദം സന്തതിയുടെ കാലടിപ്പാടുകൾ അതൊരു മുന്നോട്ട് നീങ്ങുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദിക്കുന്നത് വരെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൻ ഉമുരിഹി ഫീമാ അഫ്ന. അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. അല്ലാഹു നൽകിയ ആയുസ് അത് നീ എന്തിനാണ് ചെലവാക്കിയിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. അവന്റെ യുവത്വത്തെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യമുണ്ട്. അതിൽ യുവത്വകാലത്തെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. യുവത്വം എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടമാണ്. യുവത്വത്തിൽ നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ച് അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുന്നതാണ്. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നീ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്? അത് നീ ഏത് മാർഗത്തിലാണ് വിനിയോഗിച്ചത് എന്ന 2 ചോദ്യങ്ങൾ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. അഞ്ചാമതായി വമാദാ അമില ഫീമാ അലിം. നീ പഠിച്ച് മനസ്സിലാക്കിയ, നീ അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? ഈ 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് വരെ നാളെ പരലോകത്ത് ഒരാളുടെ കാലടിയും അത് മുന്നോട്ട് നീങ്ങുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരിക്കൽ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരായിട്ടുള്ള 2 നിഅമത്തുകളുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? അസ്സിഹ്ഹതു, അത് ആരോഗ്യമാണ്. രണ്ടാമത്തേത് വൽ ഫറാഗു, അത് ഒഴിവ് സമയമാണ്. ഈ 2 നിഅമത്തുകൾ അതിനെ പല ആളുകളും അത് മറന്നിരിക്കുകയാണ്. അതിനെ തിന്മയുടെ മാർഗത്തിൽ പല ആളുകളും അതിനെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ, സഹാബത്ത്, അവരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ സമയത്തിന് കൊടുത്ത പ്രാധാന്യം, അവർ അവരുടെ ആയുസ്സിൽ, അല്ലാഹു നൽകിയ ആയുസ്സിൽ അവർ കൊടുത്ത പ്രാധാന്യം എത്രയാണ് നാം അറിയേണ്ടതുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം എന്നിലൂടെ കടന്നു പോവുകയാണ്, ഒരു ദിവസം അന്ന് സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. ആ ദിവസത്തിൽ എനിക്ക് പ്രത്യേകമായി സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എന്നിലൂടെ കടന്നു പോകുന്നതാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതാണ് എന്നെ കൂടുതലായി എനിക്ക് ഖേദമുണ്ടാക്കിയ കാര്യമെന്ന് മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അദ്റക്തു അഖ്വാമൻ. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അഥവാ ഞാൻ സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയായിരുന്നു? കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. നിങ്ങളുടെ ദിർഹമുകളും നിങ്ങളുടെ ദീനാറുകളും അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ പിശുക്കി വെക്കാൻ നിങ്ങൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുവോ അത്രത്തോളം, അല്ലെങ്കിൽ അതിനേക്കാൾ തന്റെ സമയത്തെ മറ്റുള്ളവർക്ക് നൽകാതെ അതിന്റെ വിഷയത്തിൽ ആ സമയത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു ജനവിഭാഗത്തെ, സമൂഹത്തെ, സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറയുകയാണ്, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. എല്ലാ ദിവസവും പ്രഭാതം പുലരുമ്പോൾ ആ പ്രഭാതം നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദുൻ, ഞാൻ അല്ലാഹുവിന്റെ പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദുൻ, നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നാളെ റബ്ബിന്റെ മുൻപിൽ ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഇന്ന് വിട്ടുപോയാൽ, ഈ ദിവസം കഴിഞ്ഞു പോയാൽ, പിന്നീട് ഖിയാമത്ത് നാളാകുന്നത് വരെ ഞാൻ നിന്നിലേക്ക് കടന്നു വരികയില്ല. ജനുവരി 2 അത് നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. ഇനി ഒരു ജനുവരി 2 2026 ജനുവരി 2 നമ്മിലേക്ക് കടന്നു വരികയില്ല. അങ്ങനെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മോട് പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നമാ അൻത അയ്യാം, നീ എന്ന് പറയുന്നത് അത് കേവലം ചില ദിവസങ്ങളാണ്. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം കഴിയുമ്പോൾ നിന്നിലുള്ള ചില ഭാഗങ്ങളാണ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസങ്ങളും കഴിയുന്തോറും നിന്നിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങളും അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മുടെ സമയം അത് നാം വിലപ്പെട്ടതാണ്, നമ്മുടെ ആയുസ് അത് വിലപ്പെട്ടതാണ്. അത് നന്മയുടെ മാർഗത്തിൽ മാത്രം ചെലവഴിക്കുക, അനാവശ്യ കാര്യങ്ങളിൽ, തിന്മയുടെ മാർഗങ്ങളിൽ അത് നാം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ആയുസ്സിനെ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുവാനും അല്ലാഹുവിലേക്കുള്ള ഇബാദത്തുകളുമായി മുന്നേറുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. ഒരു കവി പറഞ്ഞതായി കാണാം, ഇന്നാ ലനഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ വകുല്ലു യൗമിൻ മളാ യുദ്നി മിനൽ അജലി. ഓരോ ദിവസവും നമ്മിലൂടെ കടന്നു പോകുമ്പോൾ
നാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ദിവസത്തെ യാത്രയാക്കാറുള്ളത്. എന്നാൽ ഒരു ദിവസം കഴിയുമ്പോൾ നാം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എനിക്ക് നിശ്ചയിച്ച അവധിയിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലടിപ്പാടുകളും അത് ഖബറിലേക്ക് എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ മരണത്തിന് മുൻപ് നീ നന്മയിൽ പ്രവർത്തിച്ചു കൊള്ളുക, അതിൽ നീ പരിശ്രമിച്ചു കൊള്ളുക. നാളെ പരലോകത്ത് ലാഭവും നഷ്ടവും എല്ലാം തീരുമാനിക്കുന്നതും അത് ഈ ദുനിയാവിൽ വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ജീവിതം അതിനെ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് 4 ഘട്ടങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്താണ്? നാം ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം. നാം ജനിക്കുന്നതിന് മുൻപ് നൂറ്റാണ്ടുകൾ, വർഷങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അത് ദീർഘമേറിയ കാലങ്ങളാണ്. രണ്ടാമത്തേത് നാം നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് നാം മരിക്കുന്നത് വരെയുള്ള സമയം. അത് വളരെ തുച്ഛമാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് അത് 60-നും 70-നും ഇടയിലാണ്. അത് വിട്ടുകിടക്കുന്നവർ വളരെ കുറവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? നാം മരിച്ചത് മുതൽ ഖബറിലെ ജീവിതമാണ്, ഉയർത്തെഴുന്നേൽക്കുന്ന സമയം. അതും വർഷങ്ങളാണ്, നൂറ്റാണ്ടുകളാണ്. നാലാമത്തെ ഘട്ടം ഏതാണ്? അത് അറ്റമില്ലാത്ത പരലോക ജീവിതമാണ്. ഈ 4 ഘട്ടത്തെക്കുറിച്ച് നാം ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് സമയം ചെലവഴിക്കുന്ന ആ ഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമ്മുടെ മാതാവിന്റെ വയറ്റിൽ നിന്ന് നാം പുറത്തു വന്നു. ഇനി എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. അത്രയും വളരെ തുച്ഛമായ ഒരു സമയത്താണ് നാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അറ്റമില്ലാത്ത പരലോക ജീവിതത്തിന് വേണ്ടി നാം പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലായി ജീവിതം മുന്നോട്ട് പോവുക. ഇത്തരം ചിന്തകളാണ് വർഷങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സ الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.